ചെയർമാൻ, പ്രിൻസിപ്പൽ തുടങ്ങിയിട്ടുള്ള സംഘാടകരെ, കായിക പ്രതിഭകളെ, സഹോദരി സഹോദരന്മാരെ, റോമൺ ഇൻ്റർനാഷണൽ സ്കൂൾ കേരളത്തിലെ പ്രമുഖമായൊരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, അതുവഴി അവരെ വളർത്തിയെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കായിക രംഗത്തും ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ സജീവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കായിക രംഗം പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഠനത്തിൻ്റെ ഭാഗമായി തീരാൻ കാരണം നിങ്ങൾ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ പഠനത്തെ സഹായിക്കണമെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ നിങ്ങൾക്ക് പഠിച്ചുയർന്നു വരാൻ കഴിയണമെങ്കിൽ ആരോഗ്യമുള്ള കുട്ടികളായിരിക്കണം, ബുദ്ധിശാലികളായ കുട്ടികളായിരിക്കണം. ആരോഗ്യവും ബുദ്ധിപരമായ വളർച്ചയും ശക്തിപ്പെടുത്താൻ കായിക വിനോദം ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെല്ലാം കായിക രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കണക്കാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ന് കായിക രംഗത്തെ സ്പോർട്സിനെ വലിയ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കായിക രംഗം ഒരു സുപ്രധാനമായ വിഷയമാണ്. വർഷങ്ങൾക്ക് മുൻപ് കായിക രംഗം, ഈ സ്പോർട്സ് മേഖല ശ്രദ്ധിക്കപ്പെടാതെ പോയതായി. ഇന്ന് പക്ഷേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് ഒരു പ്രധാന ഭാഗമായി കണ്ടുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യപരമായ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തരും ശക്തരുമായ രാഷ്ട്ര നിർമ്മിതിക്ക് ആരോഗ്യം പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കി ആ രംഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഇന്നത്തെ കായിക മത്സരങ്ങളിൽ സജീവമായ സാന്നിധ്യമാകും. കഴിഞ്ഞൊരു 10-30 വർഷക്കാലമായി ഈ വിദ്യാലയം ആരംഭിച്ചത് മുതൽ, തോന്നക്കൽ റോമൺ ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചത് മുതൽ എല്ലാ രംഗങ്ങളിലും അവരുടെ സജീവമായ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അംഗീകാരവും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും ഇതിൻ്റെ പ്രധാന അധ്യാപികയും മാനേജ്മെൻറ്റും എല്ലാം ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത്. ആ മാതൃക തുടർന്നുകൊണ്ട് ഇനിയും ഈ രംഗത്ത് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. കായിക രംഗത്തെ പ്രമുഖർക്ക്, പ്രതിഭകൾക്ക് ഇന്ന് ലോകത്തിൽ വലിയ അംഗീകാരമാണ്. ഏറ്റവും ലോകത്തിലെ വിശിഷ്ട അതിഥികളാണ്. ലോകത്തിൽ തന്നെ കായിക രംഗത്തെ പ്രതിഭകൾക്ക് കോടികളാണ് ഇപ്പോൾ വാഗ്ദാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും കായിക രംഗത്ത് പ്രസക്തിയുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ, കണ്ണൂരിൽ തലശ്ശേരിയിലൂടെ പോകുന്ന അവസരത്തിൽ, അന്ന് തലശ്ശേരി ജവഹർ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് ഉച്ച നേരത്ത് ഒരു 4-5 ആളുകൾ നിന്ന് ഒരു വിസിലും അടിച്ച് ഇങ്ങനെ ഒരു പന്തെറിയും അടിക്കുന്നത് കാണാം. അന്ന് കാണാനൊന്നും ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ആളുകളുടെ ഒരു കായിക വിനോദമായിട്ടാണ് ക്രിക്കറ്റ്. പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷകത്വമുള്ള ഒരു കായിക വിനോദമായി ക്രിക്കറ്റ് മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനൊരു പ്രാഗൽഭ്യമാണ്. അതുപോലെ ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയിട്ടുള്ള ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയെ മാതൃകയാക്കുന്നു. ഇന്ത്യയിലെ വോളിബോൾ രംഗത്തെ പ്രമുഖരുടെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ സ്റ്റേഡിയങ്ങളും അതിൻ്റെ സ്പോർട്സ് പ്രവർത്തനങ്ങളും നടന്നു വരുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ, നല്ല ആരോഗ്യമുള്ള ബുദ്ധിശാലികളായ കുട്ടികളായി യുവാക്കളായി വളർന്നു വരാൻ
ഒരു തലമുറയെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ ഇത്തരം കായിക വിനോദങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു പ്രശ്നം അതിനാവശ്യമായ കളിസ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ തോന്നക്കൽ നിന്ന് ഇവിടെ ആറ്റിക്കലിലാണ് നിങ്ങളുടെ കായിക വിനോദത്തിൻ്റെ സ്ഥലം കണ്ടെത്തിയത്. എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. ഇതിന് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയായാൽ ഇത് ക്ഷയിച്ചു പോകും. സ്പോർട്സിനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇന്നുള്ള കുറവുകൾ പരിഹരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അവസരത്തിൽ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആറ്റിങ്ങൽ ഈ സ്റ്റേഡിയത്തിന് ഞാനന്ന് പ്രത്യേക ഫണ്ട് അനുവദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. കായിക രംഗത്തുള്ള കുട്ടികൾക്ക് കായിക രംഗത്തെ വികസിപ്പിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ കായിക രംഗത്ത് നിന്ന് അവരുടെ പരിശീലനം പൂർത്തീകരിച്ച് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്താൽ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ തൊഴിൽ റിസർവേഷൻ വേണം, എംപ്ലോയ്മെൻറ്റ് റിസർവേഷൻ വേണം. അതിനു വേണ്ടിയിട്ട് ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ആ നടപടികളുണ്ട്. ഞാൻ എൻ്റെ ആ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 400-ലധികം കായിക താരങ്ങൾക്ക് ജോലി നൽകിക്കൊണ്ട് അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്കുള്ള സ്പോർട്സ് ഹോസ്റ്റലുകൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പരിമിതപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളും സഹായങ്ങളും നൽകി കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കണം. ലോകം തന്നെ കായിക രംഗത്ത് വികസിച്ചു വരുമ്പോൾ ഇന്ത്യയും കേരളവും അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഇന്ന് കഴിയുക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ്. അതിനുള്ളൊരു നല്ല ശ്രമമാണ് ഈ നിങ്ങളുടെ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് വിജയ്, അദ്ദേഹം ആത്മാർത്ഥമായ എല്ലാ രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകി അംഗീകാരം നേടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലും കായിക രംഗത്തെയും അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മാനേജ്മെൻറ്റ് ഇത്തരമൊരു പരിപാടികൾ വളരെ നല്ല നിലയിൽ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റത്തോടു കൂടിയിട്ടാണ്, ലോകത്തിലെ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിവിടുത്തെ എല്ലാ പരിപാടികളും. ഞാനിവിടെ നിരീക്ഷിച്ച അവസരത്തിൽ നിങ്ങളുടെ ഓരോ പരിപാടികളും ഇൻ്റർനാഷണൽ സ്ഥാപനത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റത്തോടു കൂടിയിട്ടുള്ള കായിക വിനോദ പരിപാടികളാണ്. നിങ്ങളുടെ ദീപം തെളിയിക്കലും നിങ്ങളുടെ ഓത്തും അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാം ഡിസിപ്ലിനും എല്ലാം ഇൻ്റർനാഷണൽ ലുക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി പോകാൻ നിങ്ങൾ കഴിയട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള ബ്ലോമൺ ഇൻ്റർനാഷണലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഈ നാടാകെ നിങ്ങളുടെ വളർച്ചയെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്നവരാണ്. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ, കായിക രംഗത്ത് മാറ്റുരക്കുന്ന കുട്ടികളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.